അങ്ങനെ വണ്ടി എടുത്തത് സെക്കൻഡ് ഹാൻഡ് ആയാൽ പോലും നമുക്കത് പൂജിക്കണമല്ലോ. നമ്മളുടെ ഒരു ആചാരപ്രകാരം നമുക്കത് പൂജിച്ച് ആ ചാവിയൊക്കെ പൂജിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു മനസ്സിനൊരു സമാധാനമാണ്. അതുകൊണ്ട് ഞങ്ങളിന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇതാ കൂനമ്പായിക്കുളത്ത് അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവിടെ വന്ന് ഇതാ മാലയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു തേങ്ങ അവർ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി പൂജിക്കുമ്പോൾ മാലയും ഈ ഒരു തേങ്ങയൊക്കെ വാങ്ങിച്ചിട്ട് താമ്പൂലത്തിനകത്ത് അവർ തരും കേട്ടോ. എന്നിട്ട് അകത്ത് പൂജിച്ചിട്ട് ആ മാല കൊണ്ടുവന്ന് ഇതാ നമ്മുടെ കാറിലിടും. പിന്നെ ഇതാ തിരുമേനി വന്ന് കുറേ മന്ത്രങ്ങളൊക്കെ ചൊല്ലി ചുറ്റിനും നടന്ന് വണ്ടി പൂജിക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത്രയും നല്ല രീതിയിൽ പൂജിക്കുന്നത് ഞാൻ ഇവിടെ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. അങ്ങനെ ഇത് അകത്തായാലും പുറത്തായാലും ചന്ദനമൊക്കെ തൊട്ട് പൂജിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ അവിടുന്ന് ആ ഒരു നാളികേരം നമ്മുടെ കയ്യിൽ തരും കേട്ടോ. ഗണപതിയുടെ മുന്നിൽ ഉടയ്ക്കാൻ വേണ്ടിയിട്ടാണേ. അങ്ങനെ ഇതാ പൂജയൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. കാർ എടുത്തത് എവിടെ നിന്നാണ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ട്രസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ രണ്ടാംകുറ്റിയിലാട്ടോ, അതായത് കൊല്ലം രണ്ടാംകുറ്റിയിലുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചത്. നമ്മൾ കാർ അവിടെ തന്നെ ആട്ടോ കൊടുത്തതിന് മുന്നേ ആരൊക്കെയോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാറ് കൊടുത്തു എന്നൊക്കെ. എനിക്ക് ആ സമയത്ത് കമൻസിനൊന്നും റിപ്ലൈ തരാൻ പറ്റിയില്ല. നമ്മൾ ആ കാറ് കൊടുത്തിട്ട് നമ്മൾ ഈ കാർ മേടിക്കുമെന്നോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന കാർ അന്ന് കൊടുക്കുമെന്നോ ഒരു പ്രതീക്ഷയില്ലാതെ പോയത്. ജസ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോയതായിട്ടോ. നമുക്കത് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് നോക്കാമെന്ന് കരുതിയതാണ്. അങ്ങനെ അവിടെ ചെന്ന് കണ്ട് നമുക്കത് ഇഷ്ടപ്പെട്ടു. നമുക്ക് നോക്കിയപ്പോൾ നല്ല വൃത്തിക്കും നല്ല രീതിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ നമുക്ക് ഇനിയിപ്പം വേറെ നോക്കി നടക്കണ്ട എന്ന് കരുതി ഞങ്ങൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതിന് മുന്നേ പോയി നോക്കിയതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. എല്ലാത്തിനും ഓരോരോ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ പുതിയ കാറുകൾ നോക്കുമ്പോൾ നമ്മുടെ ബഡ്ജറ്റിൽ അങ്ങോട്ട് ഒതുങ്ങുന്നതും ഇല്ല. അതാണ് മെയിനായിട്ടുള്ള കാര്യം. മാനുവൽ ആയതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഓട്ടോമാറ്റിക് ആയിരുന്നെങ്കിൽ നമ്മളത് കൊടുക്കില്ലായിരുന്നു. കാരണം നമുക്ക് ആ കാറ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ കാറ് മേടിച്ചത് ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ആർക്കായാലും എന്തായാലും നല്ല രീതിയിൽ അത് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ആ കാറ് ആ ഒരു രീതിയിലായിരുന്നു ഞങ്ങൾ കൊണ്ടു നടന്നത്. നമ്മുടെ വീട്ടിലൊരു അംഗം ഉണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും ആ ഒരു രീതിയിലൊക്കെ ആയിരുന്നു കേട്ടോ കൊണ്ടു നടന്നത്. കുഞ്ഞാണെങ്കിൽ എപ്പോഴും തുടച്ചും വൃത്തിയാക്കിയൊക്കെ വയ്യെങ്കിലും അത് വൃത്തിയാക്കിയൊക്കെ കൊണ്ട് നടക്കുമായിരുന്നു. എന്തായാലും ആ കാറ് മേടിച്ച ആൾ പൊന്നെ പോലെ നോക്കണേന്നൊരാഗ്രഹം മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾ എപ്പോഴും പറയുമായിരുന്നു കേട്ടോ. ഈ കാറ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മേടിക്കുന്ന ആൾ ഇതിന് പൊന്നെ പോലെ കൊണ്ട് നടക്കുമോ എന്നൊന്നും അറിയില്ല. പക്ഷെ അങ്ങനെ കൊണ്ട് നടക്കുന്ന ഒരാളുടെ കയ്യിലെ ദൈവമേ അത് കിട്ടണേന്നായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ വേറൊരു ചാവി ഉണ്ടല്ലോ കാറിൻ്റെ, അത് നമുക്ക് തിരിച്ച് കൊടുക്കണമായിരുന്നു. നമ്മളന്ന് മേടിക്കാനുള്ള ഇതിലല്ലല്ലോ പോയത്. അതുകൊണ്ട് ഞങ്ങളത് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. വഴിക്കാണെങ്കിൽ ബ്ലോക്കായിരുന്നു. ഇങ്ങോട്ട് വരുമ്പോഴെല്ലാം റെയിൽവേ ക്രോസ് അടച്ചിട്ടേക്കുവായിരുന്നു. ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോഴത്തേക്ക് ട്രെയിൻ പോയി. അപ്പോഴത്തേക്ക് തുറക്കുകയും ചെയ്ത്. അത്രയും നേരം ഞങ്ങൾ അവിടെ 1 മണിക്കൂറിന് മേളിൽ അങ്ങോട്ട് കിടന്നു എന്ന് തോന്നുന്നു. എനിക്ക് എപ്പോഴാണോ എന്നെ ഇറങ്ങാൻ തോന്നിയത്. എന്നിട്ടാണെങ്കിൽ പകുതി പോലും ഞാൻ കുടിച്ചില്ല, അവിടെ വെച്ചിട്ട്. നാരങ്ങ വെള്ളം മേടിച്ചത് കയ്യിലോട്ട് വെച്ചപ്പോൾ എന്താ റെയിൽവേ ക്രോസ് തുറന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് കുടിക്കാൻ പറ്റില്ല. കുഞ്ഞിനാണെങ്കിൽ എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, നീ ഇങ്ങോട്ട് അവിടെ വെച്ചിട്ട് വാന്ന് പറഞ്ഞു. പിന്നെ മേടിച്ചല്ലേ അത് സോഡ നാരങ്ങ വെള്ളം. ഞാൻ പിന്നെ കുറച്ച് ഇങ്ങനെ കുടിച്ച്, സോഡ ആയതുകൊണ്ട് തന്നെ കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അങ്ങനെ ഒരു ഇത്രയേ കുടിച്ചുള്ളൂ. എന്നിട്ട് ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ ഓടിക്കയറി വണ്ടി കയറുമായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ ചാവി കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം നമുക്ക് കുറച്ച് ശാന്തമായിട്ടിരിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ആ കൊല്ലം ബീച്ചിൽ വന്നിട്ടുണ്ടായിരുന്നേ. ഋതുട്ടൻ നല്ല ഉറക്കമായിരുന്നു. രാത്രിയിൽ എല്ലാവരും അവിടെ വന്നിരിപ്പുണ്ട്. ഇത് നമ്മൾ വീഡിയോ എടുത്തത് കുറച്ച് നാളായി കേട്ടോ. അതായത് നമുക്ക് ആ വെയിലുള്ള സമയത്തായിരുന്നു കേട്ടോ. ഭയങ്കര ചൂടുണ്ടായിരുന്നല്ലോ ആ സമയത്തുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ വന്നിങ്ങനെ ഇരിക്കുകയായിരുന്നു. കുറേ പേര് അവിടെ വന്ന് പായൊക്കെ ഇട്ട് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളും എന്താ പിന്നെ ഒന്നും കൊണ്ടുപോകാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അവിടെ അങ്ങ് ഇരുന്നു. പിന്നെ ഋതുവിനെ നമ്മുടെ മടിയിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ വന്ന് കപ്പലണ്ടിയും കടലയൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇതാ കുറച്ച് ചില്ലാകട്ടെ എന്ന് കരുതി ഒരു ഐസ്ക്രീമും വാങ്ങിച്ചു കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഋതുട്ടൻ നല്ല ഉറക്കം കേട്ടോ. ആ ഒരു സമയത്തും അവൾ ശരിക്കും പറഞ്ഞാൽ ബീച്ചിൽ പോയ കാര്യം അവൾ അറിഞ്ഞിട്ടേ ഇല്ല കേട്ടോ. അവിടെ ചെല്ലുന്നതിന് മുന്നേ അവൾ ഉറങ്ങി. അവിടുന്ന് വരുന്ന വേളയും അവൾ സെറ്റൊക്കെ ഇതാ പട്ടം പറത്തിക്കൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അതൊക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്നു. പിന്നെ അവിടെ ഇരുന്ന സമയത്ത് ഒരമ്മ പപ്പടം കൊണ്ട് തന്നു. പിള്ളേരെ പഠിപ്പിക്കാനാ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് 2 ഓർ പപ്പടം ഞങ്ങൾ അങ്ങനെ മേടിച്ചു. ഇത് ഇത്രയും മേടിച്ച് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. എന്തായാലും കയ്യിലിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെയുള്ളൂ.